ഓൺലൈൻ തട്ടിപ്പ് ബിഗ് ബോസ് താരം ലെസ്ലി അറസ്റ്റിൽ. ബിഗ് ബോസ് താരം ലെസ്ലി ഓൺലൈൻ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായി. ഓൺലൈൻ തട്ടിപ്പിലൂടെ ലഭിച്ച പണം ക്രിപ്റ്റോ കറൻസിയാക്കി വിദേശത്ത് എത്തിച്ച കേസിലാണ് ലെസ്ലി അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നുമാണ് ലെസ്ലി അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. നിരവധി പ്രതികളുണ്ട്. കേസിൽ 8ഓളം പേരുണ്ട്. അവരൊക്കെ വിദേശത്ത് കടന്നിട്ടുണ്ട്. എന്താണെങ്കിലും ഇതൊരു ഞെട്ടിപ്പിക്കുന്ന ന്യൂസ് തന്നെയായിരുന്നു. ബിഗ് ബോസിലൂടെ എന്താ പറയുക, ഒരു ഫെയിം നേടിയെടുത്ത ഒരാള് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു കേസിൽ അകപ്പെടുന്നത് ശരിക്കും നമ്മള് മലയാളീസിലെ എല്ലാവർക്കും ഒരു ഞെട്ടലുണ്ടാക്കിയ ഒരു കാര്യമാണ്. ലെസ്ലിയെ പറ്റി പറയുകയാണെങ്കിൽ ബിഗ് ബോസിലെ സീസണിലായിരുന്നു, റോബിന്റെ സീസണിലായിരുന്നു ബിഗ് ബോസില് ലെസ്ലി ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ അന്നത്തെ സീസൺ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി സീസൺ ആയിരുന്നു. ലെസ്ലിയുടെ പാട്ടുകളൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു സീസൺ ആയിരുന്നു. അപ്പോൾ ലെസ്ലി ഇങ്ങനെ ഒരു അവസ്ഥയിൽ പോയി എത്തി എന്ന് പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ പറ്റുന്നില്ല. ഞാനൊരു ലെസ്ലി ഫാനൊന്നുമല്ല, പക്ഷെ പുള്ളിക്ക് ഒരു കഴിവുള്ള ഒരാളാണ്. അപ്പൊ ഈ നല്ല കഴിവും സംഭവമൊക്കെ ഉള്ള ഒരാൾ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചിന്തിച്ചു വേണം. ഒരുപക്ഷെ ഇതൊരു ഫ്രോഡ് കേസായിട്ടൊക്കെ എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ ലെസ്ലി ഇതിൽ പങ്കുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ആദ്യത്തെ രീതിയും തോന്നിയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ 6 ലക്ഷം രൂപയുടെ ഒരു കണക്കൊക്കെ പറഞ്ഞിട്ടാണ് ന്യൂസിലൊക്കെ ഞാൻ കണ്ടത്. അപ്പോൾ ലെസ്ലിയെ സംബന്ധിച്ചുള്ള അതിന്റെ ആവശ്യമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ അതിന് ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നണില്ല. കാരണം ബിഗ് ബോസിലൂടെ പുള്ളി പ്രശസ്തിയുണ്ട്, പണമുണ്ട്. മുമ്പേ തൊട്ട് പുള്ളിക്ക് പുള്ളിയുടേതായ കഴിവുകളുണ്ട്. പുള്ളിക്ക് ഈ ഒരു കേസ് വഴി ഇപ്പൊ എന്താ പറയാ, വിദേശത്തേക്ക് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് പണം തട്ടിയെടുത്തു എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞാണ് പല ന്യൂസുകളും വരുന്നുള്ളത്. പക്ഷെ എനിക്ക് ലെസ്ലി എന്താ പറയാ, അങ്ങനെ ചെയ്താണോ, അങ്ങനെ ചെയ്തിട്ടുണ്ടാവോ, പുള്ളിക്ക് അതിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആലോചിച്ചു പോകുന്നത്. അതായത് ചിലപ്പോഴേ ലെസ്ലി കുറച്ച് ഫേമസ് ആണ്. അപ്പൊ ലെസ്ലിനെ മുന്നിൽ വെച്ചിട്ട് ചിലപ്പോൾ പുറകെ നിന്ന് ആൾക്കാരായിരിക്കും കളിച്ചിട്ടുണ്ടാവുക. ഈ ടെലിഗ്രാം വഴിയാണ് 114 കോടി രൂപ തട്ടിപ്പ് നടന്നത്. അപ്പൊ ലെസ്ലി ആകുമ്പോൾ ഫേമസ് ആണ്, എല്ലാവർക്കും അതിന്റെ വിശ്വാസമാണ്. അപ്പൊ അതുകൊണ്ട് ലെസ്ലിനെ മുന്നിൽ വെച്ചിട്ട് പുറകെ നിന്ന് ആരെങ്കിലൊക്കെ ഇങ്ങനെ ഉടായ്പ കളിയൊക്കെ കളിച്ചതായിരിക്കാന്നാണ് തോന്നുന്നത്. ലെസ്ലി ബിഗ് ബോസിൽ വന്നപ്പോൾ ഭയങ്കര നീതിക്കും ന്യായത്തിനെതിരെ മാത്രം സംസാരിക്കുന്ന ഒരാളായിരുന്നു. ലെസ്ലി ഫസ്റ്റ് ആവാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ദിൽഷയും ലെസ്ലി ആയിരുന്നു അവസാനം രണ്ടുപേരുണ്ടായിരുന്നത്. അപ്പോൾ ദിൽഷ ചോദിച്ചപ്പോൾ ലെസ്ലി ആയിരുന്നു കുറച്ചുകൂടി അതിന് ജയിക്കാനും കുറച്ചുകൂടി നീതിക്കും ന്യായത്തിനും വേണ്ടി കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നിൽക്കുന്നത് ലെസ്ലി ആയിരുന്നു. അപ്പൊ അങ്ങനെ ഫസ്റ്റ് ഇവിടെ കിട്ടേണ്ട ഒരാളായിരുന്നു ലെസ്ലി. അങ്ങനെ നിൽക്കുന്ന ഒരാൾ ഇങ്ങനെ പോകുമെന്നൊരു സംശയം. പലപ്പോഴും ഇങ്ങനെയുള്ള കേസുകളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ പലപ്പോഴും ഇതുപോലെ ഫെയിം ആയിട്ടുള്ള 4 ആൾ അറിയുന്ന ഒരാളെ മുമ്പിൽ നിർത്തിയിട്ടായിരിക്കും ഫ്രോഡ് ടീംസുകളൊക്കെ ക്രിമിനലുകളൊക്കെ കളിക്കുക എന്നാണ് നമുക്ക് തോന്നുന്നത്. ഒരു പക്ഷേ ലെസ്ലിനെ മുമ്പിൽ നിർത്തിയിട്ടായിരിക്കും കളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതില് ലെസ്ലി വന്ന് പെട്ടുപോയതും ഒരു പക്ഷെ ആകാനായിട്ടൊക്കെ ചാൻസ് നമ്മൾ കാണുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ബിഗ് ബോസിൽ നല്ല രീതിയിൽ ഗെയിം കളിച്ച് നിന്നിരുന്ന ഒരാളാണ്. ഇപ്പൊ അന്ന് റോബിൻ പുറത്തായ ശേഷം ദിൽഷയെക്കാളും കൂടുതൽ അർഹത ഒരു പക്ഷേ സത്യം പറഞ്ഞാൽ ലെസ്ലിക്കായിരുന്നു അന്ന് വിൻ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ഏത് രീതിയിൽ നോക്കിയാലും പുള്ളി ഇത് ചെയ്യും നമുക്ക് തോന്നിയിട്ടില്ല. എന്താണെങ്കിലും ഇത് പുള്ളിയെ കൊണ്ട് പെടുത്തിയ എന്തെങ്കിലും സംഭവമായിരിക്കും. ഇപ്പം കേസ് സംഭവം വന്നപ്പോൾ ലെസ്ലി ഒരു എന്താ പറയുക, ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരാളായതുകൊണ്ട് അതിന് കൂടുതൽ വാർത്താ പ്രാധാന്യം കിട്ടുന്നതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ വരുന്നതെന്ന് എനിക്ക് തോന്നണേ. പുള്ളിക്കാലും വലിയ പങ്കൊന്നും ഇതിലുണ്ടാകാൻ ചാൻസ് ഇല്ല അല്ലെ? അങ്ങനെയാണ് നമുക്ക് തോന്നുന്നുള്ളത്. കാരണം വെച്ചാൽ പുള്ളിക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ പുള്ളിക്ക് അതിന്റെ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് പണവും പ്രശസ്തിയും അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിന്നെ ഈ 4 ചക്രത്തിന് വേണ്ടിയിട്ട് പുള്ളി പോകേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് മിക്കവാറും പെടുത്തിയൊരു കേസ് ആകാനായിട്ടാണ് ചാൻസ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താണെങ്കിലും അല്ലെ? എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ ഇതിന് കൂടുതൽ വിവരങ്ങൾ എന്താണെങ്കിലും പുറത്തേക്ക് വരും. കാരണം നമ്മൾ ലെസ്ലിക്ക് എന്താ പറയാനുള്ളത് എന്ന് നമ്മൾ ഇതുവരെ നമുക്ക് അറിയത്തില്ല. പുള്ളി എന്തായാലും കാര്യങ്ങൾ റിമാൻഡിൽ പോയെന്നാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും പുള്ളി പുറത്തു വന്നാലേ നമുക്ക് അറിയത്തുള്ളൂ എന്താ ഇതിന്റെ ഒരു ലെസ്ലിക്ക് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് അപ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. എന്താണെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന പുള്ളി ഇതിൽ പെട്ടുപോയ ഒരു സെറ്റപ്പ് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്താണെങ്കിലും ലെസ്ലിക്ക് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് അപ്പം നോക്കാം അല്ലേ? അന്നേരം നമുക്ക് എന്താ ഇതിലൊരു യാഥാർത്ഥ്യം, ലെസ്ലി പോയി പെട്ടതാണോ അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ എന്നൊക്കെ നമുക്ക് അപ്പം നോക്കാം.
എന്താണെങ്കിലും കൂടുതൽ വീഡിയോസ് ആയിട്ട് നമ്മൾ വരാം. നമ്മൾ ഇതുപോലെ നമ്മുടെ പൊതുവായിട്ടുള്ള വിഷയങ്ങളെ പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കും. നമ്മുടെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നും കൂടി നിങ്ങളുടെ എല്ലാവരും റിക്വസ്റ്റ് ചെയ്യണം. കതിരിക, ടേക്ക് കെയർ, ബൈ ബൈ.